മക്കളെ, സ്നേഹവസാണ് ഹിന്ദിയാണ് എടുക്കുന്നത്. വരൂ നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം. അപ്പോൾ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് മിസ് കൊണ്ടുവന്നിട്ടുള്ളത്, പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇത് എക്സാമിനും ചോദിക്കാറുണ്ട്. എക്സാമിനല്ലാതെയും നിങ്ങൾക്ക് എന്താണ് സാധാരണ എഴുതുമ്പോഴും നിങ്ങൾ വരുത്തുന്ന കുറച്ച് മിസ്റ്റേക്കുകളെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. വർത്തനി എന്താണ് ഈ വർത്തനി എന്ന് പറഞ്ഞാൽ സ്പെല്ലിങ്ങുകളാണ് അല്ലേ, സ്പെല്ലിംഗ് മിസ്റ്റേക്സ്. അത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വരുത്തുന്ന ഒരു കാര്യമാണ്. അത് എക്സാമിന് വ്യാകരൺ ഗ്രാമർ ഭാഗത്ത് നിന്നും വർത്തനിയിലെ ത്രുട്ടി എന്ന് വെച്ചാൽ മിസ്റ്റേക്കുകൾ പരിഹരിച്ചെഴുതുക എന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇതിലെ ശുദ്ധമായിട്ടുള്ള വാക്ക് ഏതാണ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് ആയിട്ട് തരാറുണ്ട്. അപ്പോൾ അതിൽ കോമൺ ആയിട്ടുള്ള കുറച്ച് നിങ്ങൾ വരുത്തുന്ന കുറച്ച് മിസ്റ്റേക്കുകൾ, കുറച്ച് വാക്കുകളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നോക്കാം, ആദ്യം പറയുന്നത് എന്താണ്? അശുദ്ധമായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് അശുദ്ധമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ശുദ്ധമായുള്ള വാക്കുകളാണ് എന്താ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. നോക്കാം, മുഷ്കിൽ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ സാധാരണ പ്രോബ്ലംസ് ആണ് അല്ലേ. അതിൽ നോക്കാം, സാധാരണ നമ്മൾ കിൽ എന്ന് പറഞ്ഞിട്ട് എഴുതാറുണ്ട്. അത് തെറ്റാണ്. ദേ ഷായും കായും നമ്മൾ എന്താണ് ഒരുമിച്ചാണ് ഇടേണ്ടത്. അതൊന്ന് നോക്കുക, മുഷ്കിൽ എന്നാണ് പറയല്ലേ. ഇനി അടുത്ത എന്താണ്? എപ്പോഴും നമ്മൾ വരുന്ന സാധനമാണ് കവിയിത്രി. കവി എന്ന് പറയുമ്പോൾ അപ്പം കവിയിത്രി ആയിരിക്കില്ലേ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. അല്ല, ഒരിക്കലും നമ്മൾ കവിയിത്രി എന്ന് എഴുതാൻ പാടില്ല. കവയിത്രിയാണ്. എന്താണ്? കവയിത്രി. ആ മിസ്റ്റേക്ക് നിന്റെ മക്കളും വരുത്താൻ പാടില്ല. ഇനി നോക്കാം അടുത്തത് തത്കാലിക്. നമ്മൾ വായിക്ക് തത്കാലിക് എന്നാണ്, പക്ഷെ ശരിക്കും എന്താണ്? താത്കാലിക് എന്നാണ്. നോക്കാം, താ അല്ല താ എന്ന് ചേർത്ത് കൊടുക്കണം. അതേപോലെ ലായുടെ വള്ളി ശ്രദ്ധിക്കണം, അത് ലെഫ്റ്റ് സൈഡോട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ കോമൺ ആയിട്ട് ഇതിൽ വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ്. ഇനി പല ആൾക്കാരും ഇപ്പോഴും ഇത് ഇങ്ങനെ തന്നെയാണ് എഴുതാറ്. സങ്കടത്തിന് നമ്മൾ എന്താണ്? സങ്കടിന് സന്ന് ചേർത്ത് കൊടുക്കും. ഇത് തെറ്റാണ്. നമ്മൾ എന്ന് പറയുന്നത് ഈ ഒരു ശബ്ദമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ മിസ്സേ, ഹിന്ദി എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെയല്ലേ എഴുതാറ്, അത് ശരിയാണോ? യെസ്, അതെന്താണ്? അതിലും മിസ്റ്റേക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഹിന്ദി എന്നുള്ളത് ഇങ്ങനെയാണ് എഴുതേണ്ടത്. ശരിക്കും നമ്മുടെ ഹിന്ദിയുടെ ആ സ്പെല്ലിംഗ് പ്രകാരം എന്താണ്? ഹിന്ദി എന്നുള്ളതിന് നാക്ക് പകരം നമ്മൾ കുത്തിട്ട് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇത് ത്രുട്ടിയാണ് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ശുദ്ധമാക്കി എഴുതാൻ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ എഴുതാം കേട്ടോ. അതാ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ വേറൊരു സംഭവമാണ് പരീക്ഷ എന്നാണ് നമ്മൾ എന്താണ് പലപ്പോഴും തെറ്റിച്ചെഴുതുന്ന സാധനമാണ്. റീയുടെ വള്ളി എന്താണ്? നമ്മൾ എപ്പോഴും റൈറ്റ് സൈഡിലോട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ നിങ്ങൾ വരുത്തുന്ന സാധനമാണ് ദായിത്വ്. എപ്പോഴും ഇത് മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു വ്യത്യാസമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒറ്റ നോട്ടത്തിന് ഇത് മനസ്സിലാവത്തില്ല. ദായിത്വം എന്ന് വെച്ചാൽ എന്താണ്? ഉത്തരവാദിത്വമാണ്, റെസ്പോൺസിബിലിറ്റി ആണ് അല്ലേ. മക്കളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ഈ എന്നുള്ളിടത്ത് 2 വായാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതായത് എന്ന് പറയുന്നതിൽ 2 വായാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. എപ്പോഴും നമ്മൾ വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ആണിത്. ഓക്കെ, ഇനി മഹത്വമാണെങ്കിലും എന്തേ 2 വായാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. മഹത്വ എന്നുള്ള പറയുന്ന ശബ്ദം എപ്പോഴും നമ്മൾ എന്താണ് 2 വായാണ് ഉപയോഗിക്കാറ് കേട്ടോ. അപ്പോൾ അതൊന്ന് മക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. ദായിത്വ മഹത്വം എന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മാത്രം എഴുതി വെക്കാൻ പാടില്ല. ചിലപ്പോൾ എക്സാമിന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ഒരേപോലെ തോന്നും, എല്ലാ ഓപ്ഷനും ഒരേപോലെ തോന്നും. പക്ഷെ മക്കൾ ശ്രദ്ധിച്ച് നോക്കുക, ഈ 2 ഉണ്ടോ വായുണ്ടോ എന്നൊക്കെ നോക്കിക്കോളാം കേട്ടോ. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കിക്കേ, അധ്യായൻ. ഓക്കെ, യെസ്, അധ്യായൻ ഇങ്ങനെയല്ല, നമ്മുടെ ശുദ്ധമായിട്ടുള്ള വാക്ക് മിസ് പറഞ്ഞു തരാം. അധ്യായൻ നോക്കുക, അധ്യായൻ എന്ന് പറഞ്ഞാൽ പഠിക്കാന്നൊക്കെയുള്ള അർത്ഥം അല്ലേ, നമ്മൾ സീഖ്നൊക്കെയുള്ള അർത്ഥമാണ്. നോക്കിക്കോളാം, അധ്യായൻ എന്നാണ് നമ്മൾ എഴുതേണ്ടത്. നോക്കുക, എന്താണ്? അധ്യായൻ എന്നാണ് എഴുതേണ്ടത്. എപ്പോഴും നമ്മൾ വരുത്തുന്ന സാധനമാണ്. അധ്യായൻ എന്ന് പറഞ്ഞിട്ട് മാത്രം എഴുതി വെക്കും. അധ്യായൻ എന്നാണ്. ഓക്കെ, ഇനി മക്കൾ ഇത് ശ്രദ്ധിച്ചാൽ മതി. നീ നോക്കാം, പിന്നെ എന്താണ്? ചിലപ്പോൾ ഈ വരയൊക്കെ എന്താണ് ഫില്ല് ചെയ്തിട്ടൊക്കെ തരും. ഈ വര ഇടാൻ പാടില്ല. ധായുടെ മുകളിലൊക്കെ നമ്മൾ എന്താണ് ഒരു ചെറിയ സ്പേസ് വിട്ടു കൊടുക്കണം കേട്ടോ. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ എന്താണ്? ആശീർവാദ് എന്ന് പറയുന്നത് നോക്കിക്കേ, ആശീർവാദ് എന്ന് നമ്മൾ പറയുമ്പോൾ ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് എഴുതി പോകുന്നതാണ്. പക്ഷെ നോക്കിക്കേ, നമ്മുടെ ആശീർവാദിൽ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഷാ എന്ന് പറയുന്നതിൻ്റെ വള്ളി ഇങ്ങോട്ടാണ് റൈറ്റ് സൈഡിലോട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഷീ എന്നാണ് പറയുക, ആശീർവാദ് എന്നാണ് എഴുതേണ്ടത്. ആശീർവാദ് എന്ന് പറയുമെങ്കിലും ആശീർവാദ് എന്നാണ് നമ്മൾ എഴുതുന്നത്. അപ്പം എഴുതുമ്പോൾ മക്കൾ നന്നായിട്ട് ശ്രദ്ധിച്ചോളാം. അഥവാ ത്രുട്ടി എന്ന് പറഞ്ഞിട്ട് തന്നാലും അത് നന്നായിട്ട്, എറർ എന്ന് പറഞ്ഞ് തന്നാലും അത് നന്നായിട്ട് എഴുതണം കേട്ടോ. ഇനി ശൃംഗാറും നമ്മുടെ ദായിത്വ പോലത്തെ ഒരാളാണ്. ശൃംഗാർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് ഒരു തെറ്റും തോന്നില്ല.
പക്ഷേ എൻ്റെ മക്കൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, എന്താണ് ശൃംഗാർ എന്ന് പറയുമ്പോൾ ഈ അടിയത്തെ ഈ ഒരു വരയുണ്ടല്ലോ, ഇത് ഇയാളുണ്ടല്ലോ, ഇയാളെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, നമ്മൾ ഓൾറെഡി എന്താണ് ഇത് ഇവിടെ ഒരു സംഭവം ഇട്ട് കൊടുത്തിട്ടുണ്ട്, എന്ന സൗണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ വരയും കൂടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല. അപ്പം എന്താണ്, ശൃംഗാർ എന്ന് എഴുതുന്ന സമയത്ത് ഇനി മുതൽ ശ്രദ്ധിച്ചോളാം, എന്താണ് ഇത് ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, യെസ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മക്കൾ ശ്രദ്ധിച്ചു വെക്കേണ്ടതുണ്ട്. ചിലപ്പോൾ എക്സാമിന് ഇതിന്ന് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇതേപോലത്തെ കുറച്ച് വാക്കുകൾ ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് എഴുതണം. അതേപോലെ തന്നെ ഈ വാക്കുകൾ ഇനിയും മുന്നോട്ട് മക്കൾക്ക് ഉപയോഗിക്കാനുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ത്രുട്ടികൾ, ഇങ്ങനത്തെ എററുകളൊന്നും നിങ്ങൾ വരുത്താൻ പാടില്ല. ഇങ്ങനത്തെ വർത്തനയിലുള്ള ത്രുട്ടികളൊക്കെ പരിഹരിച്ചിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ കുഞ്ഞു കാര്യങ്ങളായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ.